നിങ്ങളുടെ അടുക്കളയിലിരിക്കുന്ന ഒരു സാധാരണ ഉപ്പുപാത്രം. അതിന് നിങ്ങളുടെ തലവര മാറ്റാൻ കഴിയുമോ? അതിൽ നിങ്ങൾ ഈയൊരു കാര്യം ഇട്ടാൽ പിന്നെ ഒരിക്കലും പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. ഇതൊരു അന്ധവിശ്വാസമല്ല. ആയിരക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിച്ച പരമഹംസ യോഗാനന്ദൻ വെളിപ്പെടുത്തിയ ഒരു പുരാതന രഹസ്യമാണിത്. ആ രഹസ്യം എന്താണെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മലനിരകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അവിടെ സാധാരണക്കാരനായ ഒരു യുവാവ് ജീവിച്ചിരുന്നു. പേര് അനിരുദ്ധ്. അവൻ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. മാതാപിതാക്കൾ പാവങ്ങൾ, കഠിനാധ്വാനികൾ. പക്ഷേ ദാരിദ്ര്യത്തിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലായിരുന്നുവെന്നാൽ ഓരോ തലമുറയും കഷ്ടപ്പെട്ടാണ് ജീവിച്ചുപോന്നത്. അനിരുദ്ധിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അവൻ മേൽക്കൂരയിൽ കിടന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണിക്കൊണ്ട് മനസ്സിൽ ചോദിക്കുമായിരുന്നു, ഹേ ഈശ്വരാ, എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമൃദ്ധിയുണ്ടാകുമോ? എന്റെ മാതാപിതാക്കൾ അർഹിക്കുന്നതെല്ലാം അവർക്ക് നൽകാൻ എനിക്ക് കഴിയുമോ? അവൻ ഗ്രാമത്തിലെ ഒരു ചെറിയ പലചരക്ക് കടയിൽ ജോലി ചെയ്തു. പക്ഷെ സമയമൊടുവിൽ കയ്യിലൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. നിരാശനായി അവൻ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്നതും ജ്ഞാനിയുമായ ബാബ രുദ്രയുടെ അടുത്തുപോയി. ബാബ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴേ മനസ്സിലാക്കി, ഇത് പണത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല, ആത്മാവിന്റെ വിളിയാണെന്ന്. ബാബയൊന്നും പറയാതെ ഒരു ചെറിയ ഭാണ്ഡം നൽകി പറഞ്ഞു, ഹിമാലയത്തിലേക്ക് പോകൂ. അവിടെ പരമഹംസ യോഗാനന്ദൻ എന്നൊരു യോഗിയുണ്ട്. സമ്പത്തിനെ എങ്ങനെ വിളിച്ചുവരുത്താമെന്ന് അദ്ദേഹം നിനക്ക് പറഞ്ഞുതരും. പക്ഷേ ഓർക്കുക, ഉത്തരം വാക്കുകളിലൂടെ ലഭിക്കില്ല, അനുഭവത്തിലൂടെ ലഭിക്കും. അനിരുദ്ധൊന്നും പറഞ്ഞില്ല. അവൻ കുനിഞ്ഞ് പ്രണമിച്ചിട്ട് യാത്ര തിരിച്ചു. യാതൊരു പദ്ധതിയുമില്ലാതെ, യാതൊരു ഉറപ്പുമില്ലാതെ, ബാബയുടെ വാക്കുകളിലുള്ള വിശ്വാസം മാത്രം കൈമുതലാക്കി നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ ഒടുവിൽ ഉയർന്ന ഒരു കൊടുമുടിയിൽ എത്തിച്ചേരുന്നു. എങ്ങും വെളുത്ത മഞ്ഞ് ദൂരേക്ക് മൂടിക്കിടക്കുന്നു. കാറ്റിൽ വല്ലാത്തൊരു ദൈവികമായ ശാന്തതയുണ്ട്. അവിടെയൊരു ചെറിയ കുടിലിനു പുറത്ത് അവൻ ആദ്യമായി പരമഹംസ യോഗാനന്ദനെ കണ്ടു. വെള്ളവസ്ത്രം, ശാന്തമായ മുഖം, നൂറുകണക്കിന് ജന്മങ്ങളുടെ അനുഭവം ഉൾക്കൊള്ളുന്ന കണ്ണുകൾ. യോഗാനന്ദജി അനിരുദ്ധിനെ നോക്കിയ ഉടനെ യാതൊരു ചോദ്യവും ചോദിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ നീ സമ്പത്ത് തേടി വന്നിരിക്കുകയാണല്ലേ? അനിരുദ്ധ് ഞെട്ടിപ്പോയി. അവൻ ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല. യോഗാനന്ദജി കണ്ണുകളടച്ചു പറഞ്ഞു, സമ്പത്ത് ഒരു വസ്തുവല്ല, ഇതൊരു ഊർജ്ജമാണ്. ഊർജ്ജത്തെ വിളിച്ചുവരുത്താൻ കഴിയില്ല, അതിനെ ആകർഷിക്കണം. അനിരുദ്ധ് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. യോഗാനന്ദജി പറഞ്ഞു, അത് മനസ്സിലാക്കാൻ ചില പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. നിന്റെ വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ അടുക്കളയിലെ ഉപ്പുപാത്രത്തിൽ ഒരു തുളസിയിലയിടുക. തികഞ്ഞ കൃതജ്ഞതാഭാവത്തോടെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അനിരുദ്ധ് സംശയത്തോടെ ചോദിച്ചു, വെറും ഒരു തുളസിയിലയിട്ടാ മതിയോ? ഇതുകൊണ്ട് പണം വരുമോ? യോഗി പുഞ്ചിരിച്ചു, ഇല്ല, പണം വരില്ല. പക്ഷേ നിന്റെ ഊർജ്ജം മാറും. നിന്റെ ഊർജ്ജം മാറുമ്പോൾ പ്രപഞ്ചം നിനക്ക് നേരെ പണമയക്കും. നീ ആകർഷണത്തിന്റെ കേന്ദ്രമായി മാറും. അനിരുദ്ധിന് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. അവൻ തിരികെ പോയി. അപ്പോൾ മുതൽ അവൻ അത് ചെയ്യാൻ തുടങ്ങി. കുളിച്ചതിനുശേഷം പുതിയ ഒരു തുളസിയില പറിച്ച് പൂർണ്ണ മനസ്സോടെ നന്ദി പ്രകടിപ്പിച്ച് ഉപ്പുപാത്രത്തിലിടും. ആദ്യമൊന്നും സംഭവിച്ചില്ല. കുറച്ചുകാലം ജീവിതം പഴയതുപോലെ തുടർന്നു. പിന്നീട് അവന്റെ അമ്മയ്ക്ക് പഴയ പെട്ടിയിൽ നിന്ന് 700 രൂപ അടങ്ങിയ ഒരു ചെറിയ സഞ്ചി ലഭിച്ചു. അത് മുത്തശ്ശിയുടെ കാലത്ത് സൂക്ഷിച്ചുവച്ചതാകാം. പിന്നീട് ഒരു പഴയ സുഹൃത്ത് വിളിച്ച് അച്ഛന്റെ കടയിൽ ഒരു ജോലിയുണ്ടെന്ന് പറഞ്ഞു. ശമ്പളവും കൂടുതലാണ്. പിന്നീട് കടയിൽ പെട്ടെന്ന് ഒരു വലിയ ഉപഭോക്താവ് വന്ന് ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിപ്പോയി. അനിരുദ്ധിന് ഇപ്പോഴും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ തവണ തുളസിയില ഇടുമ്പോഴും അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഉത്സാഹവും ലാഘവവും അനുഭവപ്പെട്ടിരുന്നു. അവന്റെ ആത്മാവിൽ നിന്ന് വലിയൊരു ഭാരമൊഴിഞ്ഞുപോയതുപോലെ. പിന്നീട് ബാബരുദ്ര അവനെ കണ്ട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ മകനെ? അനിരുദ്ധ് ചോദിച്ചു, പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇല എങ്ങനെയാണ് എന്റെ തലവര മാറ്റുന്നത്? ബാബ പറഞ്ഞു, തുളസി ഒരു സാധാരണ ഇലയല്ല. അത് ദേവിയുടെ സ്വരൂപമാണ്. ഉപ്പ് ഭൂമിയിലെ മൂലകത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപവും. ഭക്തിയോടെയും നന്ദിയോടെയും നീ തുളസിയെ ഉപ്പുമായി ചേർക്കുമ്പോൾ ആ ഊർജ്ജം നിന്റെ ഭക്ഷണത്തിലേക്ക് ചേരുന്നു. ആ ഊർജ്ജം നിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ ചിന്തകൾ മാറുന്നു. ചിന്തകൾ മാറുമ്പോൾ നീ എന്താണോ ചിന്തിക്കുന്നത് അതായി നീ മാറുന്നു. അനിരുദ്ധ ഇപ്പോൾ തുളസി ഇടുക മാത്രമല്ല, നന്ദി പറയുകയും ചെയ്തു. അമ്മയ്ക്ക്, അച്ഛന്, അവൻ ജോലി ചെയ്യുന്ന കടയ്ക്ക് ലഭിച്ച പണത്തിനും ഇനി വരാനിരിക്കുന്ന പണത്തിനും. ഇപ്പോൾ അവന്റെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മുമ്പ് അവസാന സമയങ്ങളിൽ കൈകൾ ശൂന്യമായിരുന്നിടത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകാൻ തുടങ്ങി. മുമ്പ് അവൻ ഉപഭോക്താക്കളെ കണ്ട് ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ അവൻ സ്വാഭാവികമായും ആത്മവിശ്വാസമുള്ളവനായി. അവന്റെ ബന്ധങ്ങൾ മെച്ചപ്പെട്ടു.
അമ്മ പുഞ്ചിരിക്കാൻ തുടങ്ങി. അച്ഛനും പറഞ്ഞു, മോനെ, ഇപ്പോൾ വീടിന്റെ അന്തരീക്ഷം ആകെ മാറിയതുപോലെ തോന്നുന്നു. പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. അവൻ തന്റെ ഗ്രാമത്തിലെ അമ്പലത്തിൽ പോയി. അവിടെ സാധുക്കളുടെ ഒരു അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചിലർ അവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് അവൻ കണ്ടു. ഒരാൾ പറഞ്ഞു, നിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശാന്തതയുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, നിന്നെ കാണുമ്പോൾ പഴയൊരു സുഹൃത്തിനെ കണ്ടതുപോലെ തോന്നുന്നു. ഇത് വെറും പണത്തിന്റെ കളിയല്ല എന്ന് അവന് മനസ്സിലായി. ഇത് അവന്റെ പ്രഭാവത്തിന്റെയും ഊർജ്ജത്തിന്റെയും ചിന്തകളുടെയും മാറ്റമായിരുന്നു. സത്യസന്ധമായി ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുമായി മാത്രം ഈ രഹസ്യം പങ്കിടാൻ അവൻ തീരുമാനിച്ചു. ധ്യാനത്തിലിരിക്കെ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ആ ചെറിയ പരീക്ഷണത്തിനും സാധാരണ തുളസിയിലയ്ക്കും ഇപ്പോൾ അവന് രുചി മാത്രമല്ല, സമൃദ്ധിയും നൽകുന്ന ഉപ്പുപാത്രത്തിനും അവൻ പരമാത്മാവിനോട് നന്ദി പറയുകയായിരുന്നു. പക്ഷേ എല്ലാം നന്നാകുന്നതിനിടയിൽ അവൻ ഓഫീസിൽ പോകാനുള്ള തിടുക്കത്തിൽ തുളസിയിലയിടാൻ മറന്നുപോയി. സാരമില്ല, അതുകൊണ്ട് എന്ത് വ്യത്യാസം വരാനാണ് എന്നവൻ വിചാരിച്ചു. പക്ഷെ വ്യത്യാസമുണ്ടായി. പിന്നീട് അവന്റെ കടയിൽ ഒരു ഉപഭോക്താവ് അവനോട് മോശമായി പെരുമാറി. പിന്നീട് അവന്റെ മൊബൈൽ എവിടെയോ താഴെ വീണ് പൊട്ടി. വൈകുന്നേരമായപ്പോഴേക്കും അവന്റെ അച്ഛന്റെ ആരോഗ്യനില വഷളായി. ഇതൊരു യാദൃച്ഛികതയാണോ അതോ ആ ഊർജ്ജ ശൃംഖല തകർന്നതാണോ? അനിരുദ്ധിന് സാധാരണമായിരുന്നു. സൂര്യൻ പതിവ് പോലെ ഉദിച്ചിരുന്നു. അമ്മ പൂജയിൽ തിരക്കിലായിരുന്നു. അച്ഛൻ പത്രം വായിക്കുകയായിരുന്നു. പക്ഷേ അനിരുദ്ധ് വൈകിയാണ് എഴുന്നേറ്റത്. അലാറം ഓഫായിരുന്നു. ഓഫീസിൽ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് അവന് ഓർമ്മ വന്നു. തിടുക്കത്തിൽ അവൻ കുളിച്ച് നേരെ തയ്യാറായി. ഷൂ ഇടുമ്പോൾ അവന്റെ കണ്ണുകൾ അടുക്കളയിലേക്ക് പോയി. അവിടെയാണ് ഉപ്പുപാത്രത്തിൽ തുളസിയില ഇടേണ്ടത്. അതവന്റെ ശീലമായിരുന്നു. എല്ലാ തവണയും കുളിച്ചതിനുശേഷം ആ പാത്രത്തിന് സമീപം നിൽക്കുമായിരുന്നു. കണ്ണുകളടച്ച് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തുളസിയില വയ്ക്കുമായിരുന്നു. എന്നാൽ അവൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, സാരമില്ല, അതുകൊണ്ട് എന്ത് വ്യത്യാസം വരാനാണ്? ഞാനിപ്പോൾ നന്നായിരിക്കുന്നു. ജീവിതം മുന്നോട്ടു പോകുന്നുണ്ടല്ലോ. അവൻ പോയി. ഒരുപക്ഷെ ഇത് ചെറിയൊരു അശ്രദ്ധയായിരുന്നില്ല. ഒരുപക്ഷെ പ്രപഞ്ചം അവന്റെ പരീക്ഷണം തുടങ്ങിയിരിക്കാം. ആദ്യത്തെ സൂചന ലഭിച്ചത് അവൻ ക്യാഷ് കൗണ്ടറിലിരിക്കുമ്പോഴാണ്. ഒരു ഉപഭോക്താവ് വന്നു. വിചിത്രമായ പെരുമാറ്റം, ദേഷ്യപ്രകൃതം, യാതൊരു കാരണവുമില്ലാതെ അനിരുദ്ധിനോട് വഴക്കുണ്ടാക്കി. പ്രശ്നം വഷളായതോടെ കടയിലെ അന്തരീക്ഷം മോശമാവുകയും മറ്റ് 2 ഉപഭോക്താക്കൾ ദേഷ്യത്തോടെ പുറത്തുപോവുകയും ചെയ്തു. അനിരുദ്ധ് അത്ഭുതപ്പെട്ടു. വളരെ കാലമായി ഇങ്ങനെ സംഭവിച്ചിരുന്നില്ല. അവന്റെ ജോലിക്കാർ പോലും പറഞ്ഞു, ചേട്ടാ, കടയിലെന്തോ വിചിത്രമായ അന്തരീക്ഷമുണ്ട്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ ഫോൺ പോക്കറ്റിൽ നിന്ന് താഴെ വീണു. സ്ക്രീൻ തകർന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ അച്ഛന് നെഞ്ചിൽ എന്തോ ഭാരം തോന്നുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചു. ECGയിൽ കുഴപ്പമുണ്ട്. അവൻ ഞെട്ടിപ്പോയി. ഇതുവരെ എല്ലാം നന്നായി പോവുകയായിരുന്നല്ലോ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അവൻ മേൽക്കൂരയിൽ ഒറ്റയ്ക്കിരുന്ന് ആകാശത്തേക്ക് നോക്കി. താൻ ഒരു ഊർജ്ജ ശൃംഖല തകർത്തിരിക്കുന്നു എന്ന് അവന് മനസ്സിലായി. എഴുന്നേറ്റയുടനെ അവൻ വീണ്ടും ആ പ്രക്രിയ ആവർത്തിച്ചു. കുളിച്ചതിനുശേഷം തുളസിയില പറിച്ച് നന്ദിയോടെ ഉപ്പുപാത്രത്തിൽ വെച്ചു. പക്ഷേ ഇത്തവണ എന്തോ മാറ്റമുണ്ടായിരുന്നു. മുമ്പ് അവൻ അനുഭവിച്ചിരുന്ന ആ ഊർജ്ജം, ആ ലാഘവം, ആ കമ്പനം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. അവൻ നേരെ ബാബ രുദ്രയുടെ അടുത്തേക്ക് പോയി. കണ്ണുകളിൽ ചോദ്യങ്ങളുമായി, തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും പുറത്തുവരുന്നുണ്ടായിരുന്നില്ല. ബാബയൊന്നും പറയാതെ ഒരു വാചകം മാത്രം പറഞ്ഞു. ഭക്തി ഒരു ശീലമായി മാറുമ്പോൾ അതിന്റെ പ്രഭാവം അവസാനിക്കുന്നു. അനിരുദ്ധ് സ്തംഭിച്ചുപോയി. ബാബ പറഞ്ഞു ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചു, അല്ലേ? എന്നാൽ മകനെ, ഈ അഭ്യാസം ഒരു മന്ത്രമല്ല, ഇതൊരു ഊർജ്ജ അച്ചടക്കമാണ്. ഇതൊരു നിയമമല്ല, ബോധത്തിന്റെ തുടർച്ചയാണ്. അത് തകർന്നപ്പോൾ പ്രപഞ്ചം അതിനനുസരിച്ച് പ്രതികരിച്ചു. ബാബ വീണ്ടും പറഞ്ഞു, ഇനി ഒന്നുകിൽ വീണ്ടും തുടങ്ങുക, അല്ലെങ്കിൽ നീ എവിടെയാണോ അത് നിർത്തിയത് അവിടെ നിന്റെ ഊർജ്ജം നിലച്ചുപോയി എന്ന് മനസ്സിലാക്കുക. അനിരുദ്ധ് പിന്നീട് വീണ്ടും ആ അഭ്യാസം തുടങ്ങി. എന്നാൽ ഇത്തവണ അവൻ തുളസിയിടുക മാത്രമല്ല, സ്വയം ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. ഓരോ തവണയും ഇല ഉപ്പുപാത്രത്തിൽ വെക്കുമ്പോൾ അവൻ പറയും, ഞാൻ എന്റെ തെറ്റ് അംഗീകരിക്കുന്നു. ഞാൻ വീണ്ടും ഊർജ്ജവുമായി ബന്ധപ്പെടുന്നു. ഞാനിപ്പോൾ ബോധവാനാണ്. പതിയെ അന്തരീക്ഷം വീണ്ടും ശാന്തമായി. അച്ഛന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. കടയിൽ വീണ്ടും തിരക്കായി. പക്ഷേ ഇപ്പോൾ അനിരുദ്ധിന്റെ ഉള്ളിലെന്തോ മാറിയിരുന്നു. മുമ്പ് അവൻ ഈ അഭ്യാസം ചെയ്തിരുന്നത് സമ്പത്തിനു വേണ്ടിയായിരുന്നു. ഇപ്പോൾ അവൻ ഇത് ചെയ്യുന്നത് ധ്യാനത്തിനു വേണ്ടിയാണ്. ഈ ശക്തി തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ ഗ്രാമത്തിൽ ഒരു ചെറിയ യോഗം വിളിച്ചു ചേർത്തു. അവിടെ അവൻ 25 പേരെ വിളിച്ചു. എല്ലാവരോടും ഒരു ചോദ്യം മാത്രം ചോദിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപ്പിനെ ഒരു ഊർജ്ജമായി കണക്കാക്കിയിട്ടുണ്ടോ? എല്ലാവരും ചിരിച്ചു.
ഉപ്പ് രുചി നൽകാൻ മാത്രമുള്ളതാണെന്ന് ഒരാൾ പറഞ്ഞു. അനിരുദ്ധ് പുഞ്ചിരിച്ചു. ഇല്ല, ഉപ്പ് ജീവിതം മാറ്റും. അപ്പോൾ അവൻ എല്ലാവർക്കും ഒരു പരീക്ഷണം പറഞ്ഞുകൊടുത്തു. ഉപ്പ് വയ്ക്കുന്ന വൃത്തിയുള്ള ഒരു പാത്രമെടുക്കുക. കുളിച്ച് പുതിയ ഒരു തുളസിയില ആ പാത്രത്തിൽ വെക്കുക. ഒന്നും ചോദിക്കരുത്, നന്ദി മാത്രം പറയുക. കൂടാതെ ഇടയ്ക്കിടെ ഒരു നുള്ള് കൽക്കണ്ടം ആ പാത്രത്തിലിടുക. നിങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും മധുരം നിലനിൽക്കാൻ വേണ്ടിയാണിത്. ചിലർ ഇത് വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. എന്നാൽ കുറച്ചു കാലത്തിനുള്ളിൽ ഇത് പരീക്ഷിച്ച 7 പേരിൽ 5 പേർ അനിരുദ്ധിനെ നേരിട്ട് ബന്ധപ്പെട്ടു. സഹോദരാ, വീട്ടിൽ ഐശ്വര്യം വന്നു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു. അമ്മയും മകനും തമ്മിലുള്ള വഴക്കുകൾ നിന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അനിരുദ്ധ് പറഞ്ഞു, കാരണം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ ഊർജ്ജത്തിന് ഒരു ദിശ നൽകി. ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് എതിരെയല്ല. എന്നാൽ ഇതൊന്നും വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ ഫലമുണ്ടാകില്ല. ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലെ ഒരു സ്ത്രീ ഈ പ്രക്രിയ വെറുമൊരു ഭ്രമമായി തുടങ്ങി. ഇലയിടും, പക്ഷേ മനസ്സിൽ അഹങ്കാരവും പ്രകടനപരതയും പരിഹാസവും നിറഞ്ഞിരുന്നു. കുറച്ചു കാലത്തിനുള്ളിൽ അവരുടെ ഭർത്താവിന്റെ ബിസിനസ് നഷ്ടത്തിലായി. അവർ അനിരുദ്ധിനോട് ചോദിച്ചു, ഇതുകൊണ്ട് സമൃദ്ധി വരുമെന്നല്ലേ നീ പറഞ്ഞത്? അനിരുദ്ധ് മറുപടി നൽകി, ഇലയിട്ടാൽ സമൃദ്ധി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭക്തിയോടെ ഇലയിട്ടാൽ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭാവം മോശമാണെങ്കിൽ പ്രക്രിയ വിപരീത ഫലവും ഉണ്ടാക്കാം. ഇപ്പോൾ അനിരുദ്ധ് ഒരു സാധകൻ മാത്രമല്ല, ഒരു ഗുരുവായി മാറിയിരുന്നു. ഓരോ തവണ ഇലവയ്ക്കുമ്പോഴും അവനൊരു പുതിയ പ്രാർത്ഥന നടത്തുമായിരുന്നു. ഹേ പ്രപഞ്ചമേ, എന്നെ ബോധവാനായി നിലനിർത്തുക. എന്റെ ഭക്തി ഒരിക്കലും ഒരു ശീലമാകാൻ അനുവദിക്കരുത്. എന്റെ കൃതജ്ഞത ഒരിക്കലും ഒരു ഭാരമാകാൻ അനുവദിക്കരുത്. അവന്റെ ജീവിതം ഇപ്പോൾ പണം കൊണ്ടല്ല, ദാനം കൊണ്ടാണ് നടക്കുന്നത്. ദൂരെ നിന്നുള്ള നിരവധി ആളുകൾ വന്ന് അവനിൽ നിന്ന് ഈ പരീക്ഷണം പഠിക്കാൻ തുടങ്ങി. ഓരോ തവണയും അവൻ ഒരേ കാര്യം തന്നെ ആവർത്തിക്കും. ഉപ്പ് എല്ലാ വീട്ടിലുമുള്ള ഒരു വസ്തുവാണ്. എന്നാൽ ആരും അതിനെ ഊർജ്ജത്തിന്റെ കലവറയായി കണക്കാക്കിയിട്ടില്ല. തുളസി വെറുമൊരു ഇലയല്ല, അത് ദേവിയുടെ അനുഗ്രഹമാണ്. ഇവ രണ്ടും ചേരുമ്പോൾ രൂപപ്പെടുന്നത് ഒരു ഊർജ്ജചക്രമാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയിലേക്ക് ആകർഷിക്കുന്നു. ഇതായിരുന്നു പരമഹംസ യോഗാനന്ദൻ പറഞ്ഞ ആ രഹസ്യം. ഇപ്പോൾ അനിരുദ്ധിലൂടെ അത് നൂറുകണക്കിന് വീടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം അനിരുദ്ധ് ഈ പവിത്രമായ പ്രക്രിയ തന്റെ വീട്ടിൽ മാത്രമല്ല, അന്ധകാരവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു സ്ഥലത്ത് ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത്. ഒരു അനാഥാലയത്തിൽ അവിടെ നടന്ന ആ അത്ഭുതം. ഇപ്പോൾ അനിരുദ്ധിന്റെ ജീവിതം മാറിമറിഞ്ഞിരുന്നു. അവനിപ്പോൾ ആരോടും പണം ചോദിക്കുകയോ ആരോടും പ്രതീക്ഷ വയ്ക്കുകയോ ചെയ്തിരുന്നില്ല. ഉള്ളിൽ നിന്ന് സമൃദ്ധിയുള്ളവനാണ് പുറത്തുനിന്നും സമ്പന്നനാകുന്നത് എന്ന് അവന് ഇപ്പോൾ മനസ്സിലായിരുന്നു. അവൻ തന്റെ ഗ്രാമത്തിനടുത്തുള്ള പഴയതും അവഗണിക്കപ്പെട്ടതുമായ ഒരു അനാഥാലയത്തിനു മുന്നിലൂടെ നടക്കുകയായിരുന്നു. കീറിയ വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികളെ അവൻ കണ്ടു. ചിലരുടെ കണ്ണുകളിൽ സങ്കടം, ചിലരുടെ കൈയിൽ മുറിഞ്ഞ റൊട്ടി. അവിടുത്തെ മതിലുകൾ പോലും നിശബ്ദമായി കരയുന്നതുപോലെ തോന്നി. അവൻ നിന്നുപോയി. അവന്റെ കാലുകൾ അവനെ അറിയാതെ ഉള്ളിലേക്ക് നയിച്ചു. കുട്ടികളെ യാതൊരു സഹായവുമില്ലാതെ നോക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ, മേട്രനെ അവൻ കണ്ടു. അവർക്ക് സർക്കാർ ഫണ്ടോ സ്ഥിരമായ ദാതാവോ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ചിലപ്പോൾ റൊട്ടി നൽകും, ചിലപ്പോൾ പഴയ വസ്ത്രങ്ങൾ നൽകും. അനിരുദ്ധ് കുട്ടികളോടൊപ്പം അവിടെ തറയിൽ ഉറങ്ങി. സൂര്യനുദിച്ചപ്പോൾ അവൻ മേട്രനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉപ്പുപാത്രത്തിൽ ഒരു തുളസിയിലയിടാമോ? അവർ ചിരിച്ചു. മോനെ, ഇവിടെ റൊട്ടിക്ക് ഉപ്പ് വാങ്ങാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെയാണോ തുളസി? അനിരുദ്ധ് പുഞ്ചിരിച്ചുകൊണ്ട് ഉടനെ അവിടെ ഒരു തുളസിച്ചെടി നട്ടു. എന്നിട്ട് അനാഥാലയത്തിന്റെ അടുക്കളയിൽ ചെറിയൊരു വൃത്തിയുള്ള പാത്രം വെച്ചു. അതിൽ കൃതജ്ഞതയുടെ ഉപ്പ് എന്നെഴുതിവെച്ചു. ഇനി മുതൽ ഭക്ഷണമുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മേട്രനോ ഏതെങ്കിലും കുട്ടിയോ ഒരു തുളസിയില പറിച്ച് ആ ഉപ്പുപാത്രത്തിൽ വെക്കുമായിരുന്നു. ഒരൊറ്റ വാചകം മാത്രം പറഞ്ഞുകൊണ്ട്, നന്ദി പ്രഭോ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, അതിൽ ഞങ്ങൾ കൃതജ്ഞരാണ്. തുടക്കത്തിലൊന്നും സംഭവിച്ചില്ല. എന്നാൽ പിന്നീട് പെട്ടെന്ന് ഒരു വിദേശ സന്നദ്ധ സംഘടനയുടെ വാഹനം അവിടെ വന്നു നിന്നു. അമേരിക്കയിൽ നിന്ന് ഒരു സ്ത്രീ വന്നു. ഇന്റർനെറ്റിൽ അബദ്ധത്തിൽ ഈ സ്ഥലം കണ്ടതാണെന്ന് അവർ പറഞ്ഞു. അവർക്ക് വന്ന് കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കുട്ടികളോട് സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു, എന്നിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ അനാഥാലയം ദത്തെടുക്കുകയാണ്. അവരുടെ സംഘം വാഗ്ദാനം ചെയ്തു തുടർച്ചയായി റേഷൻ വസ്ത്രങ്ങൾ, പഠന സാമഗ്രികൾ കൂടാതെ പുതിയൊരു കെട്ടിടം എന്നിവ. മേട്രന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയായിരുന്നു. ഇരുട്ടിയപ്പോൾ അനിരുദ്ധ് വീണ്ടും അവിടെ ചെന്നു. കുട്ടികൾ അവനെ വളഞ്ഞു. അങ്കിൾ, ആ തുളസിയും ഉപ്പും കൊണ്ടാണോ ഇതെല്ലാം സംഭവിച്ചത്? അനിരുദ്ധ് അവരുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അല്ല മക്കളെ, ഇത് നിങ്ങളുടെ കൃതജ്ഞതയുടെ ശക്തിയാണ്. നിങ്ങൾ പരാതിപ്പെട്ടില്ല, നന്ദി പറഞ്ഞു.
നിങ്ങൾ ചോദിച്ചില്ല, സ്വീകരിച്ചു. നാം പ്രപഞ്ചത്തോട് നന്ദി പറയുമ്പോൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ അത് നമുക്ക് നൽകും. അനാഥാലയം ഇപ്പോൾ ഒരു ക്ഷേത്രമായി മാറി. ഭിത്തികളിൽ ചായം പൂശി. കുട്ടികൾക്ക് പുതിയ ബാഗുകൾ ലഭിച്ചു. എല്ലാവരും ചെറിയ കൈകൾ കൂപ്പിക്കൊണ്ട് പറയും, ഞങ്ങൾ സമൃദ്ധരാണ്. അനിരുദ്ധ് ഇപ്പോൾ ഗ്രാമത്തിന്റെ മുഴുവൻ വഴികാട്ടിയായി മാറി. എന്നാൽ പെട്ടെന്നവൻ രോഗിയായി. കൂടുതൽ വിഷമിക്കാനൊന്നുമില്ലെന്നും വെറും പനിയാണെന്നും വൈദ്യൻ പറഞ്ഞു. എന്നാൽ തന്റെ യാത്ര മറ്റൊരു ദിശയിലേക്ക് മാറാൻ പോവുകയാണെന്ന് അനിരുദ്ധിന് ഉള്ളിന്റെയുള്ളിൽ അറിയാമായിരുന്നു. അവൻ തന്റെ എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു. അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച എല്ലാവരും ഒന്നിച്ചുകൂടി. പ്രായമായവർ, കുട്ടികൾ, കച്ചവടക്കാർ, കർഷകർ, സ്ത്രീകൾ. അനിരുദ്ധ് എല്ലാവരെയും നോക്കി പറഞ്ഞു, ഉപ്പിന്റെ രൂപത്തിൽ ഞാൻ നിങ്ങളെ ഭക്തിയാണ് പഠിപ്പിച്ചത്. തുളസിയിലൂടെ നിങ്ങൾ കാരുണ്യം പഠിച്ചു. ഇനി ഈ അഭ്യാസം ഉപേക്ഷിക്കരുത്. ഇതൊരു വെറും ചടങ്ങാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതെല്ലാം നൽകുന്ന ആ പ്രപഞ്ചവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഊർജ്ജപ്പാലമാണിത്. പിന്നീടവൻ എല്ലാവർക്കുമായി അവസാനമായി ഒരു കാര്യം നൽകി. ഒരു വെളുത്ത കടലാസ്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഉപ്പുപാത്രത്തിൽ തുളസിയിലയിടുകയും ഹൃദയത്തിൽ യഥാർത്ഥ കൃതജ്ഞത സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് വയറു നിറയ്ക്കുക മാത്രമല്ല, ആത്മാവിന് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. ആത്മാവ് ഊർജ്ജസ്വലമായിരിക്കുന്നിടത്ത് പണവും സന്തോഷവും സ്നേഹവും തനിയെ തേടിവരും. അനിരുദ്ധ് വീണ്ടും മേൽക്കൂരയിൽ കിടന്നു. കണ്ണുകളടച്ച് കൈകൾ നെഞ്ചിൽ വെച്ച് ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ പതുക്കെ ശാന്തനായി. അമ്മ മുറിയിൽ ചെന്നപ്പോൾ ഏതോ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് മടങ്ങിയെത്തിയ ഒരാളെപ്പോലെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉറങ്ങുകയായിരുന്നുവെന്ന് ആളുകൾ പറയുന്നു. ഇപ്പോൾ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഒരു പാത്രമുണ്ട്. അതിൽ കൃതജ്ഞതയുടെ ഉപ്പ് എന്നെഴുതിയിരിക്കുന്നു. കുട്ടികൾ എഴുന്നേറ്റ് തുളസിയില അതിൽ വയ്ക്കുന്നു. കടകൾ, വിദ്യാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ പോലും ഈ അഭ്യാസം ചെയ്യുന്നുണ്ട്. ഇത് പണത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ധ്യാനത്തിനുള്ള ഒരു മാധ്യമമായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. പരമഹംസ യോഗാനന്ദന്റെ ആ ചെറിയ സൂത്രവാക്യം ഒരു യുവാവ് ഏറ്റെടുത്തു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സമൃദ്ധമാക്കുക മാത്രമല്ല, ബോധവൽക്കരിക്കുകയും സന്തുലിതമാക്കുകയും ചെയ്തു. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ വീട്ടിലെ ഉപ്പുപാത്രത്തിലും തുളസിയിലയിടാൻ നിങ്ങൾ തയ്യാറാണോ? നന്ദി പറയാൻ നിങ്ങൾ ശീലിക്കുമോ? കാരണം ഈ ശീലത്തിന് നിങ്ങളുടെ തലവര മാറ്റാൻ കഴിയും. നിങ്ങൾ ഈ അഭ്യാസം തുടങ്ങുകയാണെങ്കിൽ താഴെ അഭിപ്രായത്തിൽ ഇത്രമാത്രം എഴുതുക, ഞാൻ കൃതജ്ഞനാണ്. എന്നിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് കാണുക.